നാളെ രാവിലെ ഉറക്കം വരുമ്പോഴേക്കും നമ്മുടെ തലയ്ക്കുള്ളിൽ കുറച്ച് നല്ല ചിന്തകൾ നമുക്ക് നിറയ്ക്കും. അതിനുവേണ്ടി ആദ്യം ഒരു കഥ പറഞ്ഞു തുടങ്ങാം. ഇതൊരു കഥയല്ല, ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. ഒരു അധ്യാപകൻ, ഒരു വിദേശിയായ ഒരു കോളേജ് അധ്യാപകൻ നടത്തിയൊരു എക്സ്പെരിമെന്റ് ആണ്. അതില് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലെ കുട്ടികളെ രണ്ടായിട്ട് തിരിച്ചു. ആ രണ്ട് വിഭാഗങ്ങളെക്കും അദ്ദേഹം ഓരോ ടാസ്ക് നൽകി. അതൊരു ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ടുള്ള ടാസ്ക് ആണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം കൊടുക്കും. അത്രയും സമയത്തിനുള്ളിൽ ആദ്യത്തെ ഗ്രൂപ്പ് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് അവര് എത്രയും പെട്ടെന്ന്, എത്രയും കിട്ടാൻ പറ്റുന്ന അത്രയും ഫോട്ടോസ് എടുത്തിട്ട് വരിക. അതിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല, എണ്ണത്തിലാണ് പ്രധാനം. അതായത് ഒരു 90 to 100 എന്നുള്ള നമ്പറിൽ കിട്ടിയാൽ അവർക്ക് എ ഗ്രേഡും, 80 മുതൽ 90 വരെ ഫോട്ടോസ് എടുത്തുകൊണ്ട് വന്നാൽ ബി ഗ്രേഡും, 70 മുതൽ 80 വരെ ആണെങ്കിൽ സി ഗ്രേഡും, ആ രീതിയിൽ അങ്ങോട്ട് ഗ്രേഡിങ് പോകും. പക്ഷെ അടുത്ത വിഭാഗത്തിന് ഒറ്റ ഒരു ഫോട്ടോ മാത്രം കൊടുത്താൽ മതി അധ്യാപകന്. പക്ഷെ അത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. കുറച്ച് നാളുകൾക്ക് ശേഷം കുട്ടികളൊക്കെ സബ്മിറ്റ് ചെയ്തു, അവരുടെ അസൈൻഡ് വർക്ക് സബ്മിറ്റ് ചെയ്തു. അപ്പൊ നോക്കിയപ്പം ഈ കുട്ടികളല്ലേ നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പ് ക്വാളിറ്റി ഫോട്ടോസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞ അവരുടെ കയ്യിൽ പ്രത്യേകിച്ച് വലിയ ക്വാളിറ്റി ഒന്നും അദ്ദേഹം കണ്ടില്ല. ഒരു മീഡിയം ടൈപ്പ് ഫോട്ടോ മെജോറിറ്റി ഓഫ് കുട്ടികൾക്ക്. പക്ഷെ മറ്റേ വിഭാഗത്തിന്, ഇത് ഈ എക്സ്പെരിമെന്റ് പ്രകാരമാണ് പറയുന്നത്, മറ്റേ വിഭാഗത്തിന്, അതായത് ആദ്യത്തെ വിഭാഗത്തിന് ലോട്ട് ഓഫ് ഫോട്ടോസ്, കുറെ ഫോട്ടോസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞ ആളുകൾക്കാണെങ്കിലോ ഇഷ്ടം പോലെ ഫോട്ടോസ് വിത്ത് ക്വാളിറ്റിയാണ് കിട്ടിയത്. ആ ക്വാളിറ്റിയുടെ വ്യത്യാസവും അദ്ദേഹത്തിന് മനസ്സിലായി. അതായത് ആദ്യത്തെ സമയത്ത് ആ ക്വാളിറ്റികൾ തമ്മിൽ വലിയ ഒരു ക്വാളിറ്റിയുള്ള ഫോട്ടോസ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ കാലക്രമേണ സമയം പോകുന്തോറും അവർ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി, ഇരുട്ടുള്ള മുറിയിൽ കുറച്ച് വെളിച്ചമൊക്കെ വെച്ച് അങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ നടത്തി അവസാനം കൊണ്ടുവന്ന ഫോട്ടോസൊക്കെ ആകുമ്പോഴേക്കും ഓരോ കുട്ടിയും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി. അപ്പോൾ ഒരു മികച്ചതാവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിന് പകരം, നമ്മുടെ പെർഫെക്റ്റ് ആയിരിക്കില്ല, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചിലപ്പോൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ പകരം കുറച്ചായിട്ട്, അല്ലെങ്കിൽ അത് ഇംപെർഫെക്ഷനോട് കൂടി അത് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളിങ്ങനെ ഒരു ചലനം മാത്രം, അല്ലാതെ അതിലൊരു പ്രവൃത്തി ഇല്ലായ്മ എന്ന് പറയും. നമ്മൾ പ്രവൃത്തി ചെയ്യാതെ ആലോചിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും നമുക്ക് എത്താൻ പറ്റില്ല. ഇവിടുന്ന് നമുക്കറിയാം, നമുക്ക് പാട്ട് പാടണം, എഴുതണോ, ഡാൻസ് കളിക്കണോ, ചിത്രം വരയ്ക്കണോ, ഏതെങ്കിലും ഒരു പ്രത്യേക ജോബിലേക്ക് എത്തണോ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ അത് എത്തണം എന്ന് വിചാരിച്ച് അവിടെ വെയിറ്റ് ചെയ്യേ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിനു വേണ്ടി ഒന്നും പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു കാര്യവുമില്ല എന്നാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാകുന്നത്. എനിക്ക് ഈ ശകലം കഥ ഇത് കിട്ടിയത് ആറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള ബുക്കിൽ നിന്നാണ്. ജെയിംസ് ക്ലിയറിന്റെ വളരെ നല്ലൊരു ബുക്കാണ്, എല്ലാവരും വായിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഈ ഒരു ഇത് പ്രകാരം നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇടണം എന്നുള്ളതാണ് പറയുന്നത്. ആ എഫേർട്ടിന്റെ കാര്യം നമ്മൾ ചിന്തിക്കുക എങ്ങനെയാ, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അല്ല, ഇംപെർഫെക്ഷൻസോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ ആണെങ്കിൽ പോലും ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. കൺസിസ്റ്റൻസിയാണ് പ്രധാനം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഏറ്റവും മികച്ചത് എന്ന് പറയുന്നത് ചിലപ്പം നമ്മുടെ പ്രൊഡക്ടിവിറ്റിയുടെ ശത്രുവായിരിക്കും. സോ പെർഫെക്ഷനെ വെയിറ്റ് ചെയ്യാതെ പതുക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുക. അവസാനം നമ്മളൊരു ഡെസ്റ്റിനേഷനിലെത്തും. അപ്പം സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ നേച്ചർ കൊണ്ടുവന്ന് തരുന്നതായിരിക്കും നമുക്ക്, നമ്മുടെ വർക്ക് പെർഫെക്റ്റ് ആയിക്കോളും. അപ്പൊ പെർഫെക്റ്റ് അല്ല എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, ഞാൻ അത്ര വലിയ എബിലിറ്റി ഉള്ള ആളല്ല എന്ന് കരുതി മാറി നിൽക്കണ്ട. എന്താഗ്രഹം ഉണ്ടെങ്കിലും അതിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുക. ആദ്യം ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല, ആരും സപ്പോർട്ട് ചെയ്യാൻ വരില്ല. അത് വളരെ വൃത്തികെട്ട വർക്കാണെന്ന് കൂടി വിചാരിച്ചോളൂ, പ്രശ്നമില്ല. പക്ഷെ 2-3 പ്രാവശ്യം അത് ചെയ്ത് വരുമ്പോഴത്തേക്കും അതൊരു 0യിൽ നിന്ന് 5%ലേക്കും, പിന്നെ അതിൽ നിന്ന് 10ലേക്കും, അവസാനം അത് 100ലേക്കും തീർച്ചയായും എത്തും. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രവൃത്തി നാളെ രാവിലെ എണീറ്റ ഉടനെ ചെയ്തു വെച്ചോളൂ. അതിനു വേണ്ടി എന്തെങ്കിലും, ഇപ്പം എഴുതണം എന്നുണ്ടെങ്കിൽ ഒരു 5 വരിയെങ്കിലും നാളെ മുതൽ എഴുതി തുടങ്ങാം. യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന് വേണ്ട ഡിസ്ക്രിപ്ഷനോ, അതിന് പേരോ, ലോഗോ എങ്കിലും നമ്മൾ ചെയ്തു തുടങ്ങാം. അല്ലെങ്കിൽ ആദ്യത്തെ വീഡിയോ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ചുറ്റും കാണുന്ന സംഭവങ്ങളായിക്കോട്ടെ, എന്തായാലും ഇട്ട് തുടങ്ങുക. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ താനേ പിറകെ വന്നോളും.
അപ്പോൾ കോൺഫിഡന്റ് ആയിരിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കുക. എന്നിട്ട് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ അടുത്തൊരു ഇന്റർവ്യൂല് അജു വർഗീസ് പറയുന്നത് ഞാൻ കേട്ടു, നാണം കെട്ടാലും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ആ ശ്രമത്തിന്റെ, നമ്മുടെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള വീണ്ടും വീണ്ടുമുള്ള ശ്രമത്തിന്റെ ഉദാഹരണങ്ങളാണത്. എന്നിട്ടൊക്കെ അവരും ഒരു സിനിമാ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ തന്നെ ആ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മീൻസ് അവർ അത്രയും ശ്രമിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്കും തുടങ്ങാം. നമ്മൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പുഷ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോയി. ചില ദിവസങ്ങളിൽ തോന്നുമായിരിക്കും നമുക്കിങ്ങനെ ഡൗൺ ആണ്, ശരിയാവുന്നില്ല. നമ്മൾ മനുഷ്യന്മാരായോണ്ടാണ്. താഴോട്ട് പൊയ്ക്കോളൂ, ആ ഡിപ്പ് ഉണ്ടാവും, എന്നിട്ടും കയറി വരിക, എന്നിട്ട് വീണ്ടും 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 ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നോക്കൂ, ഇനി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ ചെറിയ ചെറിയ 1% ഇൻക്രീസ് ചെയ്ത് നിങ്ങളെ പുഷ് ചെയ്യുന്നത് കൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ലൈഫിലുണ്ടാവും. ഞാനും അതുപോലെ ഇപ്പൊ തുടങ്ങിയിരിക്കുകയാണ്. പല കാര്യങ്ങളിലും നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗോൾസിലേക്ക് എത്താനുള്ള പല കാര്യങ്ങളും തുടങ്ങിയിരിക്കുകയാണ്. ഒരു 30 days ആയപ്പോൾ തന്നെ അതിന് വേണ്ട മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അപ്പം തീർച്ചയായും എല്ലാവർക്കും അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവും. രാവിലെ മുതൽ എന്തെങ്കിലും ഒരു കാര്യം അത് ചെയ്യുക. ഇനി കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഒരു 2 minute മാജിക് എന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്.